സുഹൃത്തുക്കളെ, ഇന്ത്യൻ ജനാധിപത്യം സുരക്ഷിതമാണോ എന്ന് നാം ചിന്തിക്കേണ്ട അവസരമാണിത്. മോദിയുടെ ഭരണം തുടർന്നാൽ ഇന്ത്യയിൽ ജനാധിപത്യം തീർച്ചയായും മുസ്ലിം രാഷ്ട്രങ്ങളിലെ പോലെ, ഇസ്ലാമിക് രാഷ്ട്രങ്ങളെപ്പോലെ ഒരു ഹിന്ദു രാഷ്ട്രമായി തീരും. അതിൻ്റെ തെളിവാണ് മണിപ്പൂർ സംഭവത്തിൽ മോദി ഇടപെടാത്തതും പാഠപുസ്തകങ്ങളിൽ ചരിത്രഭാഗങ്ങളിൽ വരുത്തിയ മാറ്റങ്ങളും. പ്രബല ലോക രാഷ്ട്രങ്ങൾ ഇന്ത്യയുടെ ജനാധിപത്യത്തിൽ ഇപ്പോൾ സംശയം പ്രകടിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. വീണ്ടും അധികാരം പിടിക്കാനും മോദിക്ക് ഇനി ക്ഷേത്രങ്ങളെ ഉപയോഗിക്കാനുള്ള സാധ്യത കുറഞ്ഞു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത തന്ത്രമാണ് അതിശക്തര പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ഉയർത്തി ED മുതലായ ഏജൻസികളെ കൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യിച്ച് ജയിലിൽ അടയ്ക്കുന്നത്. എന്നാൽ കേരളം, തമിഴ്നാട് സംസ്ഥാന നേതാക്കളെ തൊടാൻ മോദിക്ക് ധൈര്യമില്ല. കാരണം അവരെ തൊട്ടാൽ അവർ മോദിയെ പരിശുദ്ധമായ ഗോമൂത്രം കുടിപ്പിക്കും. കീഴ്ക്കോടതി ജഡ്ജിമാർ ജീവനിൽ ഭയപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഭാവിയിൽ സ്ഥാനമാനം കിട്ടുകയില്ല എന്ന് കരുതിയോ ED സമർപ്പിക്കുന്ന FIR അതേപടി അംഗീകരിച്ച് ആരോപിതരായ നേതാക്കന്മാർക്ക് ജാമ്യം കൊടുക്കാൻ സമ്മതിക്കുന്നില്ല. ഇത് സംബന്ധിച്ച് ഞാൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് കത്തെഴുതിയിരുന്നു. കോടതിയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം നിലനിർത്തണമെന്നും ഞാൻ കത്തിൽ ആവശ്യപ്പെട്ടു. വിദ്യാഭ്യാസം കുറഞ്ഞ ഉത്തരേന്ത്യൻ ജനങ്ങളെ കബളിപ്പിക്കാൻ വർഗീയ ശക്തികൾക്ക് കഴിയും. എന്നാൽ സിറ്റികളിലും ടൗണുകളിലുമുള്ള വിദ്യാസമ്പന്നർ മോദിയുടെ തന്ത്രങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അത് മോദിക്ക് വലിയ വെല്ലുവിളിയായി കഴിഞ്ഞു. ഇത് മോദിയുടെ ഭാവി തീർച്ചയായും തകർക്കും. മറ്റു പാർട്ടികൾക്കെതിരെ ED, CBI എന്നിവയൊക്കെ അന്വേഷണം നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തി അവരെ BJP ചേരാൻ നിർബന്ധിക്കുന്ന വാർത്തകൾ രഹസ്യമല്ല. കോടിക്കണക്കിന് കിട്ടിയ ഇലക്ട്രൽ ബോണ്ട് പണം ഉപയോഗിച്ച് പണക്കൊതിയന്മാർ MLAമാരെ വിലക്കെടുത്ത് ഊറുമാറ്റി പാർട്ടി ചേർക്കുന്ന കാഴ്ച നാം കാണുന്നുണ്ട്. ഇവർക്കെതിരെ കൂറുമാറ്റ നിയമം ഉപയോഗിക്കാതെ അവരെ ചാണകം തളിച്ച് ശുദ്ധരാക്കി BJPക്കാരാക്കുന്നു. ഇത്രമാത്രം ഇന്ത്യൻ രാഷ്ട്രീയം അധപ്പതിച്ചു. ജനം ജയിപ്പിച്ചു വിട്ടവർ ജനത്തെ വഞ്ചിച്ച് മറുകണ്ഠം ചാടിയാൽ അവരെ തിരിച്ചു വിളിക്കാനുള്ള അധികാരം ജനങ്ങൾക്ക് വേണം. ഇതിനുവേണ്ടി ഇലക്ഷൻ നിയമത്തിൽ മാറ്റം വരുത്തണം. ഇത് സുപ്രീം കോടതിക്ക് മാത്രമേ സാധിക്കൂ. കാരണം രാഷ്ട്രീയ പാർട്ടിക്കാർ ഇതിന് മുതിർകയില്ല. കാരണം അവർക്ക് വീണ്ടും കൂറുമാറ്റം ആവശ്യമാണ്. ഇങ്ങനെ കൂറുമാറുന്നവർ വീണ്ടും നിയമനിർമ്മാണ സഭയുടെ വാതിൽപ്പടി പോലും കാണാൻ ഇടയാക്കരുതെന്ന് വോട്ടർമാർ നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ജനങ്ങൾ ജാഗരൂകരായിരിക്കണം. ജനാധിപത്യ ശക്തികൾക്ക് മാത്രമേ വോട്ട് ചെയ്യാവൂ എന്ന് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമസ്തേ. താങ്ക് യു.